സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഈ മോദി സർക്കാർ തുടർച്ചയായി മൂന്നാമത് തവണ നമ്മുടെ ഇന്ത്യ ഭരിക്കുമ്പോൾ മോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ അദ്ദേഹം അയൽ രാജ്യങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അത് മോദി എന്ന നേതാവിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ യശസ് അദ്ദേഹം വാനോളം ഉയർത്തിയിട്ടുണ്ട് പല മേഖലകളിൽ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ജപ്പാനിൽ നിന്ന് ജപ്പാൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട പല ഉടമ്പടികളും ഇന്ത്യ മഹാരാജ്യവുമായി ജപ്പാൻ ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. സർ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന ജപ്പാൻ പ്രധാനമന്ത്രിയുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇവിടെ വന്ന ശേഷമുള്ള നയതന്ത്രപരമായ ആ വിശേഷങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങളൊന്ന് പറയാം. തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ജപ്പാൻ പ്രധാനമന്ത്രി സനാദ തക്കൈച്ചി, ആ പ്രധാനമന്ത്രിയെ നമ്മുടെ മോദിജി വിശേഷിപ്പിച്ചത് എൻ്റെ കുഞ്ഞനുജത്തി എന്നാണ്. അതായത് ജപ്പാൻ എന്ന രാജ്യവും ഭാരതവും തമ്മിലുള്ള സഹോദര്യ ബന്ധത്തെ ആ വിശേഷണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതുപോലെയാണ് 8 മേഖലകളിൽ തന്ത്രപ്രധാനമായിട്ടുള്ള സഹകരണത്തിന് വേണ്ടി 129 MOUകളാണ്, ധാരണാപത്രങ്ങളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് 6,38,000 കോടി രൂപയുടെ ധാരണാപത്രങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയത്തക്ക ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ, ഹരിയാനയിൽ 35,000 കോടി രൂപയുടെ ഒരു പുതിയ ഫാക്ടറി മാരുതി കമ്പനി തുടങ്ങുകയാണ്. 21,000 പേർക്ക് നേരിട്ട് തൊഴിൽ കിട്ടുന്ന ഒരു വലിയ സംരംഭമാണ് ഇത്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുതിപ്പിന് വളരെയേറെ പിന്തുണ കൊടുക്കുന്ന ഒരു സുപ്രധാനമായ നീക്കമാണ് നടന്നിരിക്കുന്നത്. 35,000 കോടി രൂപ, 21,000 പേർക്ക് തൊഴിൽ, ഹരിയാനയിൽ മാരുതിയുടെ പുതിയ ഫാക്ടറി. രണ്ടാമത്തേത് ഗ്യാസ് പ്ലാന്റുകളും വളം നിർമ്മാണശാലകളും. അതായത് ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ ഗ്യാസ് മാത്രമല്ല, അതിൽ നിന്നുണ്ടാകുന്ന സ്ലറി വളമായിട്ട് മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള 1000 പ്ലാന്റുകളാണ് ഉണ്ടാവുക. ഈ 1000 പ്ലാന്റുകൾ ഒരു തുടക്കമായിരിക്കാം. പിന്നെ ജപ്പാൻ മോഡൽ അത്തരം പ്ലാന്റുകൾ ഇന്ത്യയിലെമ്പാടും വ്യാപിക്കാനും ഭാവിയിൽ നമ്മുടെ ഊർജ ഉപയോഗത്തിൽ, വളത്തിന്റെ ഉപയോഗത്തിൽ, ജൈവവളത്തിന്റെ കാര്യത്തിൽ വളരെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കുന്ന നിർണായകമായ ചുവടുവയ്പ്പാണ് അത്. പിന്നെ സ്വകാര്യ കമ്പനികൾ ഏതാണ്ട് 129 MOUകൾ സൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ അത് 6,38,000 കോടി രൂപയുടെ കരാറാണ് എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള വിദേശ നിക്ഷേപം, വിദേശ കമ്പനികളുടെ ഒരു കടന്നുവരവ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം സൈനിക സംയുക്ത വികസനമാണ്. എന്ന് പറഞ്ഞാൽ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയും ജപ്പാനും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ ഉപകരണ നിർമ്മാണത്തിൽ ഗവേഷണങ്ങൾ നടത്തുകയും പുതിയ ഉപകരണങ്ങൾ, സൈനിക ഉപകരണങ്ങൾ, യുദ്ധോപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യാനുള്ള ഒരു കരാറാണ് നാലാമതായി ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ കാര്യം ഊർജ സുരക്ഷയെ മുൻനിർത്തി എണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജപ്പാനുമായി സഹകരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എണ്ണ ശേഖരമുള്ള രാജ്യമാണ് ജപ്പാൻ. മാത്രമല്ല ആ എണ്ണ ശേഖരത്തെ ഓരോ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാനുള്ള വിതരണ ശൃംഖല അതും വളരെ ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ. അതുകൊണ്ട് ജപ്പാന്റെ ആ സാങ്കേതിക വിദ്യകളും അതിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഉപയോഗവും സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ഇന്ത്യയുമായി പങ്കുവെക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്രൂഡ് ഓയിൽ രംഗത്ത് വളരെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാവുക, ഗൾഫില് നമ്മളിപ്പോൾ നേരിട്ടതുപോലെയുള്ള പ്രതിസന്ധികളെ നേരിടുക, അങ്ങനെയൊക്കെ വന്നാൽ 6 മാസക്കാലത്തേക്കുള്ള എണ്ണ സംഭരണം ഉള്ള രാജ്യമാണ് ജപ്പാൻ. ഇത്രയുമേറെ എണ്ണ സംഭരിച്ചു വെച്ചിട്ടുള്ള മറ്റൊരു രാജ്യവും ഇല്ല. അതുകൊണ്ട് 6 മാസക്കാലം പുറത്തുനിന്ന് എണ്ണ കിട്ടിയില്ല, ക്രൂഡ് ഓയിൽ കിട്ടിയില്ല എങ്കിൽ പോലും സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വലിയ എണ്ണ സംഭരണ ശേഷിയാണ് ജപ്പാനുള്ളത്. അതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഭാരതത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ട് ഭാവിയിലുള്ള ഊർജ സുരക്ഷ, എണ്ണ വിതരണം
എന്ന മേഖലകളിൽ ഇന്ത്യക്ക് വലിയ നേട്ടമാണ് ഉണ്ടാവുക. ആറാമത്തെ കാര്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണം, ആ മേഖലയിൽ ഇന്ത്യ ഇപ്പോൾ വൻപിച്ച കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാവിയിൽ ലോകത്തെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ നിർമ്മാതാവായി ഭാരതം മാറാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ക്ലീൻ എനർജി, അതായത് യാതൊരു വിധത്തിലുള്ള പരിസര മലിനീകരണവും ഉണ്ടാവാത്ത വിധം വൈദ്യുതി ഉണ്ടാക്കി വിതരണം ചെയ്യാനുള്ള ക്ലീൻ എനർജി ടെക്നോളജി, അതും ജപ്പാനുമായി നമ്മൾ ചർച്ച ചെയ്ത് കരാറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഏഴാമത്തെ കാര്യം ബുള്ളറ്റ് ട്രെയിനാണ്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ ഇപ്പോൾ ജപ്പാനിലാണുള്ളത്. ആ ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷിക്കാൻ മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാനുള്ള സാങ്കേതിക വിദ്യയും ഈ ജപ്പാനുമായിട്ടുള്ള ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. മറ്റൊന്ന്, എട്ടാമത്തെ കാര്യം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനമാണ്. കോൺഗ്രസിന്റെ കാലത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ വികസിപ്പിക്കേണ്ടതില്ല, അവിടെ റോഡും പാലങ്ങളും വേണ്ട എന്നൊരു നയമാണ് സ്വീകരിച്ചത്. എന്തുകൊണ്ടെന്നാൽ ചൈനീസ് പട്ടാളം എന്തെങ്കിലും ഇന്ത്യ അതിർത്തി കടന്നു കടന്നാൽ അവർക്ക് സഞ്ചരിക്കാൻ റോഡുകളും പാലങ്ങളും ഇല്ലാതിരുന്നാൽ നമ്മൾ അത്രയും രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ഒരു ഭയാത്മകമായ ഭീതിയിൽ നിന്നുണ്ടായ സുരക്ഷിതത്വ ശൈലിയാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾക്കുണ്ടായിരുന്നത്. പക്ഷേ മോദി ഗവൺമെന്റ് അങ്ങനെയല്ല. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചൈനയുടെ അതിർത്തിയോട് ചേർന്ന് വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ കഴിയുന്ന തരം രീതിയിൽ വലിയ ഹൈവേകൾ നിർമ്മിക്കുക, ഒപ്പം തന്നെ ആ ഹൈവേകളോടൊക്കെ അനുബന്ധിച്ച് റെയിൽവേയും പാലങ്ങളും തുരങ്കങ്ങളും എല്ലാം ഉണ്ടാക്കുക. അങ്ങനെ ആ ചൈനീസ് അതിർത്തി പ്രദേശം ഏതൊരു ശക്തിയും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന തരത്തിൽ വളരെ തന്ത്രപ്രധാനമായി പുതുക്കി പണിയുക. അതുകൊണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മേഖലയിൽ ലോകാത്ഭുതങ്ങളായിട്ട് വരുന്ന വലിയ പാലങ്ങളും തുരങ്കങ്ങളും ഒക്കെ നമ്മളിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ളവർ ആദ്യമായിട്ട് തീവണ്ടി കണ്ടത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. എന്താണ് ട്രെയിൻ എന്നൊക്കെ അവർ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കാണുകയാണ്. അപ്പൊ ട്രെയിൻ ആണെങ്കിലും വിമാനങ്ങൾ ഇറങ്ങാവുന്ന 6 വരി പാതകളാണെങ്കിലും വലിയ തുരങ്കങ്ങളാണെങ്കിലും വലിയ പാലങ്ങളാണെങ്കിലും ഇതെല്ലാം തന്നെ അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ദുഷ്കരമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ആവശ്യമായ സാങ്കേതിക വിദ്യ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം അവരുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് 800ഓളം ദ്വീപുകളാണ്, പാറക്കൂട്ടങ്ങളാണ്, അങ്ങനെയൊക്കെയുള്ള വളരെയേറെ ദുർഘടമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ജപ്പാൻ. അപ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിരന്തരമായി ഭൂകമ്പങ്ങളും സുനാമികളും അടിക്കുന്ന പ്രദേശമാണ് ജപ്പാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവരുണ്ടാക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇന്ത്യയിൽ കൊണ്ടുവരിക, പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അത് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെയേറെ സാങ്കേതികമായിട്ട് നമ്മൾ മുന്നിലോട്ട് വരികയാണ്. അങ്ങനെ ഇന്ത്യയെ സമഗ്രമായ രീതിയിൽ പുതുക്കി പണിയാൻ കഴിയുന്ന തരത്തിലുള്ള നിരവധി എഗ്രിമെന്റുകളാണ് ഈ ഒരു സന്ദർശനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുകയും ഇന്ത്യ ഊർജ്ജ രംഗത്തും സായുധ രംഗത്തും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ മേഖലയിലും ഒപ്പം കാർഷിക രംഗത്തും തൊഴിൽ ദാതാവ് എന്ന നിലയിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ മേഖലയിലും എന്ന് വേണ്ട സകല മേഖലകളിലും വളരെ നല്ല ഒരു സഹകരണത്തിന്റെ പാതയാണ് തുറക്കുന്നത്. ഇതോടുകൂടി ഒരു വൻശക്തി എന്നുള്ള നിലയിൽ ഇന്ത്യ വീണ്ടും കരുത്താർജിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര വർഷത്തിന് ശേഷമായിരിക്കാം ജപ്പാനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതിനിധി ഇന്ത്യയിലേക്ക് വരുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? എത്രയെങ്കിലും വർഷം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള 16ാമത്തെ ഈ പ്രധാനമന്ത്രി തല കൂടിക്കാഴ്ചയാണ്. അതായത് 75-76 വർഷം സ്വാതന്ത്ര്യത്തിന് ശേഷം 16ാമത്തെ എന്ന് പറയുമ്പോൾ അത് വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാക്കിയ സന്ദർഭം നമ്മൾ പരിശോധിക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇന്ത്യയുടെ അതിർത്തികൾ ആക്രമണ ഭീഷണി നേരിടുന്ന സമയം, ഓയിൽ ക്രൈസിസ് കഷ്ടിച്ച് കടന്നുകൂടിയ സമയം, സാങ്കേതിക വിദ്യയിൽ വലിയ കുതിച്ചുചാട്ടം, പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ മേഖലയിലൊക്കെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കേണ്ട സമയം, അങ്ങനെയുള്ള ആ ഒരു സമയത്താണ് ഈ തന്ത്രപ്രധാനമായ കരാറ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതേതായാലും ഇന്ത്യയിലെ മുന്നോട്ടുള്ള കാലത്ത് ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള നിരന്തരമായ സഹകരണം, വളർച്ചയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രപ്രധാനമായ തീരുമാനമാണ്. സൈനിക രംഗത്തുള്ള ആ ഒരു മാറ്റം അത് എന്താണ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാവുമോ സാർ?
സൈനിക രംഗത്ത് എന്തൊക്കെയാണ് സൈനിക രംഗത്ത് ജപ്പാനുമായി നമ്മൾ സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചൈനയ്ക്കുള്ള നല്ല ഒരു തിരിച്ചടിയാണ്. കാരണം ജപ്പാന്റെ ഭീഷണിയെ തൊട്ടടുത്ത് നിന്ന് നേരിടേണ്ടി വരുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ചൈനയുടെ ഭീഷണി ജപ്പാൻ നേരിടുകയാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ആയുധതന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ, സൈനിക തന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് ഏറ്റവും മികച്ചത് തന്നെയാണ്, സാങ്കേതിക രംഗത്തും അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കലായിട്ടും. അപ്പോൾ ടെക്നിക്കലി ആൻഡ് സ്ട്രാറ്റജിക്കലി ചൈനയെ നേരിടാൻ മാത്രം കഴിവുള്ള, ആഗോള നിലവാരമുള്ള, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സൈനിക ശക്തി കൂടിയായ ജപ്പാനും ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറിയിരിക്കുന്ന ഇന്ത്യയും തമ്മിലുള്ള സഹകരണം കൂടുതൽ നമ്മളെ കരുത്തരാക്കി തീർക്കും. അത് ചൈനയ്ക്കെതിരെ മാത്രമല്ല, അത് പാകിസ്ഥാനും അതേപോലെ ഇപ്പൊ ബംഗ്ലാദേശും എന്ന് പറയുന്ന നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ തന്നെയും ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ നേരിടാൻ നമ്മളെ ശക്തരാക്കും. ഇത് ശരിക്കും ചൈന നോക്കിക്കാണുന്നുണ്ടല്ലേ? ജപ്പാന്റെ ഈ അടുപ്പം എന്ന് പറയുന്നത് ചൈനയ്ക്ക് ചെറിയൊരു ഭീഷണിയാണ് അല്ലെ? ചൈന നമുക്ക് പറയുന്ന പോലെ അതിർത്തി പങ്കിടുന്ന രാജ്യവുമാണല്ലോ. എന്താ സാർ? അതെ, തീർച്ചയായും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഭീഷണിയാണ്. കാരണം സാങ്കേതിക രംഗത്ത് ഇന്ത്യ വയ്ക്കുന്ന ഓരോ ചുവടും അത് ചൈനയെ ആശങ്കപ്പെടുത്തും. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വളർച്ച ഏത് രംഗത്ത് നിന്നും തടഞ്ഞു നിർത്തുക എന്നുള്ളത് അവരുടെ ഒരു ചിരകാല ലക്ഷ്യമാണ്. അത് ഏത് രംഗത്താണെങ്കിലും അങ്ങനെ അവർ ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്ക് മലാക്ക കടലിടുക്ക് എന്ന് പറയുന്ന പ്രദേശത്തിന് തൊട്ടടുത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഏറ്റവും തെക്കേ അറ്റത്ത് നമ്മൾ വ്യോമ താവളം ആരംഭിക്കുമ്പോൾ അത് ചൈനയ്ക്കുള്ളൊരു വലിയ വെല്ലുവിളിയാണ്. ഇതുപോലെ തന്നെയാണ് ജപ്പാൻ. അപ്പോ മലാക്ക കടലിടുക്കിന്റെ ഇപ്പുറത്ത് നമ്മളും അപ്പുറത്ത് ജപ്പാനും എന്ന നിലയിൽ ഒരു സംയുക്ത സഹകരണം വരുമ്പോൾ ഇത് ചൈനയെ വരിഞ്ഞു മുറുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ചൈനയുടെ സായുധ ഭീഷണികളെ തന്ത്രപരമായ ഒരു കൂട്ടുകെട്ടുകളിലൂടെ നേരിടുന്നു എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യം. സാർ, ഈ സുസുക്കി കമ്പനിയുടെ കാര്യം പറഞ്ഞല്ലോ, അതുകൂടെ ഒന്ന് പറയോ സാർ? സുസുക്കി കമ്പനി തുടക്കത്തിൽ സാർ പറഞ്ഞു, സുസുക്കി കമ്പനിയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഈ മാരുതി ജപ്പാനുമായി ചേർന്ന് നമ്മൾ തുടങ്ങിയ ഒരു സംയുക്ത സംരംഭം അല്ലേ? അതെ, ഹരിയാന സംസ്ഥാനത്ത് മാരുതിയുടെ പുതിയ ഫാക്ടറി വരികയാണ്. ഈ മാരുതിയുടെ പുതിയ ഫാക്ടറി വരുന്നു എന്ന് പറയുമ്പോൾ കുറെ കാറ് വരുന്നു എന്നുള്ളതല്ല, തൊഴിൽ കിട്ടുന്നു എന്നുള്ളതല്ല, സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന കുതിച്ചുചാട്ടം. ഇപ്പൊ തന്നെ ഹൈബ്രിഡ് കാറുകൾ, അതേപോലെ ഇലക്ട്രിക് കാറുകൾ, ഇതൊക്കെ ധാരാളമായിട്ട് ഈ മാരുതി കമ്പനികൾ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത ഘട്ടത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ഹൈഡ്രജൻ പോലെയുള്ള ഇന്ധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അഥവാ എത്തനോൾ ഉപയോഗിക്കുമ്പോൾ ഈ പുതിയ ഇന്ധനങ്ങളെ ഫ്ലെക്സിബിൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ടെക്നോളജി ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അതിവേഗത്തിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സുസുക്കി കമ്പനി, മാരുതി കമ്പനി എന്നിങ്ങനെയുള്ള സാങ്കേതിക കൈമാറ്റങ്ങൾ അതിലൂടെ സംജാതമാകും. തന്ത്രപ്രധാനമായ 8 മേഖലകളിൽ ഭാരതവും ജപ്പാനും തമ്മിൽ ഇപ്പോൾ കരാറുകൾ ഒപ്പിട്ടിരിക്കുന്നത് അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും ചൈനയെയും ഒരുപോലെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന മേഖലയാണ്. കാരണം ശാസ്ത്ര സാങ്കേതികവും സായുധവും ആയിട്ടുള്ള മേഖലകളിലാണ് കൂടുതൽ കരാറുകൾ ഉണ്ടായിരിക്കുന്നത്. കാർഷിക ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അതിനേക്കാൾ കുറവാണ്. അപ്പോൾ സൈനിക സഹകരണം എന്നുള്ളതും സാങ്കേതിക സഹകരണം എന്നുള്ളതും നമ്മളെ ബഹുദൂരം ലോകരംഗത്ത് മുന്നിൽ കൊണ്ടുവന്നെത്തിക്കുന്ന കരാറുകളാണ്. അതായത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം കരാറുകളിൽ അവരുടെ സാങ്കേതിക വിദ്യ നമുക്ക് തരുമ്പോൾ സാങ്കേതികമായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയുന്ന വലിയൊരു രാജ്യമാണ് ഇന്ത്യ. പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാര്, ധാരാളം കമ്പനികള്, ആഗോള മാർക്കറ്റിൽ ഇന്ത്യക്കുള്ള സ്ഥാനം, ഇനി വരാൻ പോകുന്ന എക്കണോമി IT ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ AI മേഖലയിലൊക്കെ ഉണ്ടാകുന്ന മുന്നേറ്റം, ഇതൊക്കെ തന്നെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സഹായകരമാണ്. അത് ജപ്പാന്റെ സഹകരണത്തോടു കൂടി എന്ന് പറയുമ്പോൾ അത് ജപ്പാനും ഭാരതവും തമ്മിലുള്ള സഹകരണത്തെക്കാൾ ഉപരി ഭാരതത്തെ ഒരു വൻശക്തി രാഷ്ട്രമാക്കി മാറ്റാൻ മറ്റൊരു വൻശക്തി രാഷ്ട്രത്തിന്റെ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര രംഗത്തെ തന്ത്രപ്രധാനമായ ഒരു നയതന്ത്ര നീക്കത്തിന്റെ വൻ വിജയം കൂടിയാണ് കാണിക്കുന്നത്. നന്ദി. താങ്ക് യു സാർ.